അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെത്തുമിനുക്കിയ ദാടിയും മീശയും പളപള വെട്ടിത്തിളങ്ങുന്ന വെള്ളക്കുപ്പായവും ധരിച്ച ചില മുസ്ലിയാക്കന്മാർക്ക് സാധാരണക്കാർ ക്ലാസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിലപ്പുറം സങ്കടകരമായ കാര്യം മറ്റെന്താണുള്ളത്? പ്രത്യേകിച്ച് ഗുരുസ്ഥാനിയാണെന്ന് സ്വന്തം ആരോഹിക്കുന്ന നമ്മുടെ അനിൽ മുഹമ്മദിനെ പോലുള്ളവർക്കിടെ കയ്യിൽ ഇതൊക്കെ കിട്ടിയാലുള്ള അവസ്ഥ പറയേണ്ടതുണ്ടോ? ആ ചങ്ങായി തന്നെ ചിരിച്ചൊരു വഴിയിലാവും. ഏതായാലും ഈ അടുത്ത് ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഷെയ്ത്താൻ തരീഖത്തിൻ്റെ നേതാവ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണം കേട്ടാൽ ആള് തഖ്വയിൽ അലിഞ്ഞു ചേർന്ന് ഉള്ള സംസാരമാണ്. അദ്ദേഹം നടത്തുന്ന പ്രഭാഷണം എന്താണ്? സ്നേഹം അത് കൊടുക്കേണ്ടവർക്ക് നൽകേണ്ടവർക്കാണ് സ്നേഹം നൽകേണ്ടത്. കറക്റ്റാണ്. ആള് കണ്ണടച്ച് പറഞ്ഞില്ലെങ്കിലും അതാണ് ശരി. സ്നേഹം അർഹിക്കപ്പെടേണ്ടവർക്കാണ് നൽകേണ്ടത്. പക്ഷേ ഇവിടെ ഇറാനും അമേരിക്കയും ഇസ്രായേലുമൊക്കെ അവർ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇറാനെ പർവ്വതീകരിച്ച് ഈമാൻ പർവ്വതീകരിച്ച് കണ്ട് അവരോടുള്ള ഒരു സ്നേഹം മുസ്ലിമീങ്ങൾക്ക് വന്നുകൂടാൻ പാടില്ല. കാരണം അവർ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹയും തൽഹ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന വിശ്വസിക്കുന്ന വിഭാഗമാണ് ഷിയാക്കൾ. അവരോട് ഒരു സ്നേഹവും മമതയും ഉണ്ടാകാൻ പാടില്ല. ആളുടെ അഭിപ്രായമാണ്. ഏതായാലും ഈ ഒരു സംഭവം നമ്മുടെ അനിൽ മുഹമ്മദിന് ആരൊക്കെയോ ഇങ്ങനെ അയച്ചു കൊടുത്തു. ഞങ്ങളെ മാത്രം നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയരുത്, ഞങ്ങളെ മാത്രം ഇങ്ങനെ വഴക്ക് പറയരുത്, അവരെയും കൂടി ഒന്ന് നമ്മുടെ ചെയ്ക്കുനായെയും കൂടി ഒന്ന് കുറ്റം പറയണം. അവരും ഇറാനെതിരെയാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് അവരെയും കൂടി ഒന്ന് എന്ത് ചെയ്യണം, പരാമർശിക്കണം. അപ്പോൾ ഗുരുസ്ഥാനിയായി സ്വന്തം ആരോഹിച്ചിരിക്കുന്ന നമ്മുടെ അനിൽ മുഹമ്മദ് പറഞ്ഞ് വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞോളാം, നിങ്ങളുടെ വിഷമം അങ്ങനെ തീർന്നെങ്കിൽ അങ്ങ് തീരട്ടെ. അപ്പം എന്ത് ചെയ്തു? വലിയ ആളായി നമ്മുടെ അനിൽ മുഹമ്മദ് എന്ത് ചെയ്തു? അത് പരിഹരിച്ചു. അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. നമ്മുടെ വിഷയം അതല്ല. ഇദ്ദേഹം പറയുന്നത് ഷിയാക്കളോട് സ്നേഹം വരാൻ പാടില്ല, വേണ്ട. എന്നാൽ നിങ്ങളോട് സുന്നി സമൂഹത്തിന് സ്നേഹം വരാൻ പാടുണ്ടോ? AP സമസ്ത എന്ന ലേബലിൽ നടക്കുന്ന നിങ്ങളോട് സുന്നി സമൂഹത്തിന് ഒരൽപ്പം പോലും ദയയും സ്നേഹവും വരാൻ പാടുണ്ടോ? എന്തേ കാരണം? നിങ്ങൾ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു കളവ് പറയാൻ സാധ്യതയുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞ മനുഷ്യനാണ് നിങ്ങൾ. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ ഇകഴ്ത്തി ഇബ്നു തൈമിയ എന്ന തനി വഹാബിയെ പുകഴ്ത്തി പറഞ്ഞ വിഭാഗമാണ് നിങ്ങൾ. അതുമാത്രമോ, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ട് എന്ന് വാദിച്ച മനുഷ്യനാണ് നിങ്ങൾ. അതിനപ്പുറം ഇപ്പോൾ എന്തെല്ലാം വാദങ്ങളാണ് നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങേ അറ്റത്ത് വന്നാൽ ഇന്നലെ ഇപ്പോൾ ഞാൻ കേട്ടൊരു പ്രഭാഷണത്തിൽ വന്യരായ ഉഷാർ ഹസനി ഉസ്താദ് ഒരു ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. ഏതോ ഒരു ചെങ്ങായി, നല്ല ഉഷാറ് തലേക്കെട്ടൊക്കെ കെട്ടി നല്ല താടിയൊക്കെ വെച്ചൊരു ചെങ്ങായി. ആ ചെങ്ങായി പറയുന്നത് എന്താ? മഅരിഫത്ത് കിട്ടാൻ മുല്ലാ ഹസനും കുത്തുബിയും ഹംദുള്ളയും ഖാദിയൊക്കെ ഓതിയാൽ മതി അത്രേ. അപ്പോ
സുന്നി സമൂഹത്തിന് ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം വരണം ഇല്ലേ? നിങ്ങളോട് ഞങ്ങൾക്ക് എന്തു സ്നേഹമാണ് വരേണ്ടത്? നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കേണ്ടവരാണോ? ഈ സമൂഹത്തെ ഇത്ര കാലം പറ്റിച്ച് സുന്നി സമൂഹത്തെ പിഴപ്പിക്കാൻ ശ്രമിച്ച നിങ്ങളോട് ഞങ്ങൾക്ക് എന്ത് സ്നേഹമാണ് വരേണ്ടത്? അതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഏതായാലും നമ്മുടെ പേരോടൻ പറയുന്നതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടോ. ഏതായാലും ആളൊന്ന് പറയട്ടെ. വരട്ടെ 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 വരട്ടെ. അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അത് തീരെ കിട്ടാത്തൊരു വിഭാഗമാണ്. തുടക്കം വന്നില്ലേ? ഒരു മിനിറ്റ്. ഷിയാക്കൾ ഇപ്പോ നീക്കേണ്ടവരെ സ്നേഹിക്കുക, അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അത് തീരെ കിട്ടാത്തൊരു വിഭാഗമാണ് ഷിയാക്കൾ. നിങ്ങളെ വല്ലാത്ത സ്നേഹിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ പ്രയാസമുണ്ടാക്കുന്ന യുദ്ധം ഇസ്രായേലും അമേരിക്കയും തുടങ്ങി വെച്ച യുദ്ധം, ചെറിയ പിഞ്ചുകുട്ടികളെ കൊന്നുകളഞ്ഞ യുദ്ധം, അതിനെ ആർക്കും ന്യായീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇസ്രായേലുമായി പടപൊരുതുന്നു എന്ന നിലക്ക് ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ ആളുകൾ പടപൊരുതുന്നു എന്ന നിലക്ക് ഇപ്പോൾ ഷിയാക്കളുമെല്ലാം ഉള്ളുകൂടി കയറി വന്ന് അതാ ഷിയാക്കളായാൽ വളരെ നല്ല ഈമാനുള്ളവരാണ് എന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നുണ്ട്. അതിൽ മുസ്ലിമികൾ ഒരിക്കലും അങ്ങനെയുള്ള മുഹാജിരീങ്ങളായ ഏറ്റവും വലിയ മഹാന്മാരായ സഹാബികളെ എന്തിനധികം പറയണം, അൻസാരികളായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ, അതുപോലെ ഐസ ബീബി റളിയല്ലാഹു അൻഹയെ, അങ്ങനെ തുടങ്ങിയുള്ള സ്വർഗത്തിലെ ഏറ്റവും വലിയ ഉന്നതന്മാരായ സഹാബികളെ കുറ്റം പറയുകയും നിന്ദിക്കുകയും വെറുക്കുകയും ചെയ്യുന്നവർക്ക് എങ്ങനെ സ്വർഗം ലഭിക്കും? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഞാൻ പറയുന്നു, ഒരിക്കലും ഷിയാക്കളോടൊരു സിമ്പതി നമ്മളെ മനസ്സിൽ വന്നുപോകാൻ പാടില്ല. അതിനർത്ഥം അനീതിക്ക് കൂട്ടു നിൽക്കണമെന്നോ അക്രമത്തെ ഇതാ വിഷയം. അവരെ സ്നേഹിക്കാൻ പാടില്ല. ഇബ്നു അബ്ദുൽ വഹാബ് എന്ന ഏറ്റവും വലിയ കൊലയാളിയുടെ ആ തരീഖ് അത് നമുക്ക് പറ്റും. അപ്പം നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹവും വേണം. പോയി പള്ളിക്കാട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഓക്കെ, മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.